ലാലേട്ടൻ ടീമാകട്ടെ ക്യാപ്റ്റൻ നരേൻ, ശോഭി തിലകൻ, വിനീത് കുമാർ, മുന്ന, അൻഷു അരവിന്ദ്, തസ്നി ഖാൻ, രമ്യ പണിക്കർ, മാനസ രാധാകൃഷ്ണൻ, ശ്രുതി ലക്ഷ്മി, സുധീർ സുകുമാരൻ ആൻഡ് നിരഞ്ജ്. ഇവിടെ തീ പാറുന്ന ഗ്രാൻഡ് ഫിനാലെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. മൈജി ഫ്യൂച്ചർ അജ്മി പ്രസൻസ് അമ്മ കുടുംബ സംഗമം ഇൻ അസോസിയേഷൻ വിത്ത് ഗുഡ് സ്പീഡ് മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് എക്സ്പേർട്സ്, ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആൻഡ് മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, പവർഡ് ബൈ ഡി ഗ്രൂപ്പ്. അത്യന്തം ആവേശത്തിലാണ് ആരാധകരും അതുപോലെ തന്നെ പ്ലേയേഴ്സും. വാശിയേറിയ മത്സരത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൽ ആര് ജയിക്കും എന്നുള്ളത് അമ്മ കുടുംബ സംഗമത്തിന്റെ ആദ്യത്തെ ഫുട്ബോൾ മേളയിൽ, താരങ്ങൾ ഏറ്റുമുട്ടുന്ന ആദ്യത്തെ ഫുട്ബോൾ മേളയിൽ ആര് ജയിക്കുമെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു 10 നിമിഷം കൊണ്ടറിയാം. 2 ടീമും മത്സരത്തിന് റെഡിയായി. 5 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ട സുരേഷ് ഗോപി ടീം ആൻഡ് ലാലേട്ടൻ ടീം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ഫൺ ഗെയിം എന്ന് മാത്രമാണ് നമ്മളതും എല്ലാവരും ഇതിനെ കണ്ടിരുന്നത്. പക്ഷെ വളരെയധികം സീരിയസ് ആയിട്ട് ഒരു മത്സരമാണ്. ഈവൻ ടീം മമ്മൂട്ടി എടുത്തു പറയണതാണ്. അവർ അൺഫോർച്ചുനേറ്റ്ലി ആദ്യ മത്സരത്തിൽ ടോസിന്റെ നിർഭാഗ്യ കാരണം അവർ പുറത്തായി. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ വളരെ നല്ല ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും ഈ മത്സരമാണ്, ഈ 2 ടീമുകൾ എത്ര തന്നെ ഈ മത്സരത്തെ നോക്കി കാണുന്നത് നോക്കാം. മത്സരം ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൺ മത്സരമായി മാത്രം കാണുക, വളരെ സീരിയസ് ആയിട്ട് ആയാലും കാണരുത്. ഇതാ സുരേഷ് ഗോപി ടീം ആൻഡ് ലാലേട്ടൻ ടീം ഇതാ കളി തുടങ്ങുന്നു. പ്രശാന്ത് അലക്സാണ്ടർ വളരെ ഗംഭീരമായ ഒരു കിക്ക് പോസ്റ്റിന് നേരെ കൊടുത്തെങ്കിലും അത് വീണ്ടും അത് മുന്ന സൈമൺ നിരഞ്ജനിലേക്ക് കൈമാറിയിരിക്കുന്നു. നിരഞ്ജൻ ഇതാ നരേൻ വീണ്ടും അത് നിരഞ്ജന് കൊടുക്കുന്നു. നിരഞ്ജൻ ഗംഭീരമായ ഒരു പാസിലൂടെ അത് കൊണ്ടുവന്നെങ്കിലും ബോള് വീണ്ടും അത് നമ്മുടെ സഞ്ജു അത് സിദ്ധാർത്ഥിന് കൈമാറിയിരിക്കുകയാണ്. ഇതാ പോസ്റ്റിലേക്ക് പ്രശാന്ത് അലക്സാണ്ടർ. മനോഹരമായൊരു അവസരമായിരുന്നു അത്. പക്ഷേ എന്നാൽ ഇവിടെ ഡിഫൻസ്, ലാലേട്ടൻ ടീമിന്റെ ഡിഫൻസ് വളരെ അത്യുജ്വലമാണെന്ന് പറയാതെ വയ്യ. സിദ്ധാർത്ഥ് മേനോൻ അദ്ദേഹമാണ് ഇവിടെ ഒരു മൂവ് നടത്തിയത്. ഒപ്പം തന്നെ പ്രശാന്ത് അലക്സാണ്ടർ, നമ്മൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നരേൻ ആൻഡ് നിരഞ്ജ് കോമ്പിനേഷൻ പോലെ മറ്റൊരു കോമ്പിനേഷൻ ഇവിടെ ഓപ്പോസിഷൻ ടീമിൽ വന്നിരിക്കുന്നു. അലക്സാണ്ടർ പ്രശാന്ത് ആൻഡ് സിദ്ധാർത്ഥ് മേനോൻ. പറന്നാണ് സിദ്ധാർത്ഥ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ശ്രുതി ലക്ഷ്മി ഒരു ഗോളി, അതായത് ബോൾ ഒന്നും അങ്ങോട്ട് വിട്ടുകൊടുക്കില്ല എന്ന വാശിയോട് കൂടി തന്നെയാണ് ശ്രുതി ലക്ഷ്മി. ഇതാ സിദ്ധാർത്ഥ് അതൊരു ഗോൾ പോസ്റ്റിന് അടിയിലേക്ക് വന്നപ്പോൾ മുന്ന അത് സേവ് ചെയ്ത് വീണ്ടും നരേൻ ഗംഭീരമായ ഒരു കയറ്റത്തിലൂടെ വിദ്യ അത് വളരെ തന്ത്രപൂർവ്വം അത് സേവ് ചെയ്തിരിക്കുന്നു. വീണ്ടും അത് നരേനിലേക്ക് കിട്ടിയിരിക്കുന്നു. അതാ ഒരു ഗോൾ ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നിരഞ്ജൻ ഒരു ഓപ്പൺ പോസ്റ്റ് ചാൻസ് ആയിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ വിദ്യ വിനുമോഹന്റെ തന്ത്രപരമായ ഇടപെടലിലൂടെ ആ ഒരു അപകടം ഒഴിവാക്കിയിരിക്കുന്നു. നിരഞ്ജൻ അതൊരു കോർണറിലേക്ക് മാറിയിരിക്കുകയാണ്. മത്സരം നല്ല വേഗത്തിലാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു ടീം ആദ്യം തന്നെ ഗോൾ അടിക്കണമെന്ന വാശിയോട് കൂടി തന്നെയാണ് പോകുന്നത്. ഇതാ വിനീതിന്റെ കാലിലൂടെ അത് ബോള് പാസ് ചെയ്ത് പോയി, വെളിയിലേക്കാണ് പോയത്. വീണ്ടും അതാ വരുന്നു. മത്സരം ഒരു നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നല്ല കൈയടി കൊടുക്കണം, എങ്കിലേ അവർക്കൊരു എനർജി വരികയുള്ളൂ. ഒരു നല്ല കൈയടി ഇരു ടീമിനും കൊടുക്കണം. അതെ, തീർച്ചയായും എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത് നമ്മൾ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ ഹംഗാമ. അതാ സിദ്ധാർത്ഥ് മുന്നേറുമ്പോൾ വിനീത് അത് സേഫ് ആക്കുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥിന്റെ കാലുകളിലെ ഗോൾ പോസ്റ്റിലേക്ക് കയറും. അതാ മണികണ്ഠൻ അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് നിരഞ്ജന്റെ കാലിലേക്ക് വന്നപ്പോൾ അതിനെ സഞ്ജു അത് സേവാക്കി മണികണ്ഠന് കൊടുക്കുന്നു. മണികണ്ഠൻ ഇതാ ത്രൂ പാസ് നോക്കിയെങ്കിലും അത് വീണ്ടും നരേൻ തൻ്റെ ക്യാപ്റ്റൻസിയുടെ ഉത്തരവാദിത്തം വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നേറുമ്പോൾ മണികണ്ഠനും അതേ വാശിയോടെ മുന്നേറുകയാണ്. ഒരു നല്ല കൈയുടെ ഇരു ടീമുകളും ഫൈനൽ മത്സരമാണ്, വാശിയേറിയ മത്സരമാണ്. നിരഞ്ജൻ ഇതാ ഒരു സൈഡിൽ കൂടി പ്രശാന്ത് അലക്സാണ്ടർ ഗോൾ അത് ഡിഫൻഡ് ചെയ്ത് ഗാലറിക്ക് വെളിയിലേക്ക് പോയിരിക്കുകയാണ്. വളരെ അപേക്ഷിച്ച മത്സരം തന്നെ ഇവിടെ നമുക്ക് കാണാം. ഒരു ക്ലോസ് ചാൻസ് അവിടെ സിദ്ധാർത്ഥ് മേനോൻ ദി റോക്ക് സ്റ്റാർ, അദ്ദേഹത്തിന് നല്ലൊരു കിക്ക് തന്നെയായിരുന്നു. എന്നാൽ ഇഞ്ച് വ്യത്യാസത്തിൽ ഗോൾ പോസ്റ്റിൽ നിന്നും അകന്നു പോവുകയായിരുന്നു. നിലവിൽ 2 ടീമുകളും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പ്രചോദിച്ച ആ ഒരു ക്യാപ്റ്റൻസി എടുത്തു പറഞ്ഞു നരേന്റെ.
നരേൻ അത് അവിടെ നിന്നൊരു കിക്ക് പോസ്റ്റിന് വെളിയിലേക്ക് പോയി. പ്രശാന്ത് അലക്സാണ്ടർ അദ്ദേഹം വളരെ തന്ത്രപൂർവ്വ ബോൾ കൊണ്ടുപോകുന്നു. ഇതാ സിദ്ധാർത്ഥിന് പാസ് ചെയ്ത് കൊടുത്തു. സിദ്ധാർത്ഥ് അത് കൊടുത്തെങ്കിലും പ്രശാന്തിൻ്റെ കയ്യിൽ വീണ്ടും ബോൾ കിട്ടിയിരിക്കുന്നു. സഞ്ജു അതാ ഓഫ് സൈഡിൽ മണികണ്ഠൻ ഇതാ ബോളുമായി മുന്നേറുന്നു. പോസ്റ്റിലേക്ക് അടിച്ചു, പക്ഷേ അത് വെളിയിലേക്കാണ് പോയത്. വാശിയേറിയ മത്സരം, എല്ലാവരും കൈയടിക്കണം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ സപ്പോർട്ടാണ് അവരുടെ എനർജി. കാരണം അവരാരും എന്നും ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ ഇന്നത്തെ ഈ ആവേശ മത്സരത്തിൽ അവരുടെ കളി കാണുമ്പോൾ അറിയാം. അമ്മ കുടുംബ സംഗമത്തിന്റെ ആദ്യത്തെ മത്സരമായ ഫുട്ബോൾ മാമാങ്കം നിരഞ്ജൻ വളരെ നല്ല ട്രിപ്പിളിംഗ് കൂടി അവിടുന്ന് മുന്നേറ്റം അവിടെ തടുക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നല്ലൊരു മുന്നേറ്റം കൂടി നിരഞ്ജന്റെ. എന്നാൽ സഞ്ജു ശിവറാം ഒട്ടും പുറകിലല്ല, നല്ലൊരു ഡിഫൻസ് കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ആ ഒരു അപകടത്തെ ഒഴിവാക്കിയിരിക്കുന്നു സഞ്ജു ശിവറാം. ഇരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ സഹകളിക്കാർ പുറത്തു നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാവരും കൈയടിച്ചു. ദിനേശും ഭഗതും കുക്കു പരമേശ്വരനും ഒക്കെ വളരെ ആർജവത്തോടു കൂടി നിൽക്കുന്നു. തെസ്നിയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ശോഭി തിലകനും അതുപോലെ എല്ലാവരും, രമ്യ പണിക്കരും എല്ലാം കൈയടിച്ച് ഇരു ടീമുകളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മണികണ്ഠൻ ഒരു മുന്നേറ്റം കൂടി. പ്രശാന്ത് അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു മുന്നേറ്റമാണ്. ഇവിടെ ഒരു ഗോളിൽ കലാശിക്കുമ്പോൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. നല്ലൊരു ബാക്ക് പാസ് നൽകിയിരിക്കുന്നു മണികണ്ഠന്. ഇവിടെ ആ ഒരു ഡിഫൻസീവ് മെക്കാനിസം എടുത്ത് പറയേണ്ടത് തന്നെയാണ് ടീം ലാലേട്ടന്റെ. മറ്റൊരു മുന്നേറ്റം കൂടി ഇവിടെ അത് കട്ട് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല. നരേൻ വീണ്ടും അവിടെ രക്ഷകനാകുന്നു. നല്ലൊരു അറ്റംപ്റ്റ് കൂടി മണികണ്ഠനിൽ നിന്നും. എന്നാൽ ഗോൾ എന്നത് വിദൂരമായി തന്നെ തുടരുന്നു. ഇരു ടീമുകളും ഗോൾ നേടണം, ഇല്ലെങ്കിൽ അവസാനം നമ്മൾ വീണ്ടും പെനാൽറ്റി ഷൂട്ടിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ നമുക്ക് മത്സരത്തിൽ കളിച്ച് തന്നെ ജയിക്കണം. അതായത് ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ഗോളടിച്ച് വിജയിക്കുക. പ്രശാന്ത് അലക്സാണ്ടർ അത് സഞ്ജുവിന് കൊടുത്തിരിക്കുന്നു. സഞ്ജു അലക്ഷ്യമായിട്ടാണ് ആ ബോൾ എടുത്തത്. പക്ഷേ എങ്കിലും സഞ്ജു വീണ്ടും ആ ബോളിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പാസ് ചെയ്ത് അവരുടെ ടീം നിരഞ്ജന് കിട്ടിയിരിക്കുന്നത്. സിദ്ധാർത്ഥ് ഏകദേശം പോസ്റ്റിന്റെ അടുത്ത് തന്നെയാണ് സിദ്ധാർത്ഥ് നിൽക്കുന്നത്. നിരഞ്ജൻ അതാ നേരെ നരേന് കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നി ഈ മാമാങ്കത്തിലെ ഗംഭീരമായ ഒരു ഗോളാണ്. വളരെ വിദഗ്ധമായി നന്നായി പാസ് ചെയ്ത് അത് നിരഞ്ജനിലേക്ക് എത്തിച്ചു. നിരഞ്ജന് നരേനിലേക്ക് എത്തിക്കുന്നു. നരേൻ അത് ഓപ്പോസിറ്റ് ഗോൾ വലയിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുന്നു. ഒരു നല്ല കൈയുടെ കൃത്യമായ പ്ലാനിങ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ് നിരഞ്ജൻ ആൻഡ് നരേൻ കോംബോ. ഇവിടെ മറ്റൊരു ഗോൾ കൂടി. ആ ഒരു ശ്രദ്ധാപൂർവമുള്ള അവസാന ഫിനിഷ് അത് തന്നെയാണ് നരേന്റെ കരുത്തും. അതുപോലെ തന്നെ നല്ലൊരു നരേന്റെ മുന്നേറ്റമാണ്. ഒരു ബോളും വിടാതെ അദ്ദേഹം ക്യാപ്റ്റൻസിക്ക് ഉത്തരവാദിത്തം, അത് ക്യാപ്റ്റൻസി എന്താണെന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ മുന്നേറ്റം നടത്തുകയാണ്. കൊള്ളാലോ, ഇന്നെന്താ ഫിഷ് മാറിയോ? ഫിഷ് അല്ല, ഫിഷ് മസാലയാണ് മാറിയത്. അജ്മി ഫിഷ് മസാല, വിളമ്പാം മീൻ കറിയുടെ നല്ല വിശേഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.